ഹായ്, എൻ്റെ പേര് നന്ദന. ഞാൻ ഇഗ്നോ ജൂലൈ 2024 MBA ബാച്ചാണ്. ഞാൻ ലേൺ വൈസിൽ ഒരു സ്റ്റുഡൻറ്റും കൂടെയാണ്. ആൻഡ് ലേൺ വൈസിൽ ഞാൻ വിത്ത് മെൻറ്ററുള്ള കോഴ്സാണ് എടുത്തത്. അപ്പം എൻ്റെ മെൻറ്റർ രാഗി മാം ആണ്. ആൻഡ് രാഗി മാം ഭയങ്കര ഇൻസ്പിറേഷനാണ്, മോട്ടിവേഷനാണ്, ഭയങ്കര സപ്പോർട്ടാണ്. ഭയങ്കര സപ്പോർട്ട്. അതായത് ഈ ലേൺ വൈസിലേക്ക് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ MBA എടുത്ത് വലിയ കാര്യത്തിനൊക്കെ എടുത്ത് പിന്നെ എന്താ ചെയ്യേണ്ടത് എനിക്ക് ഒരു പിടുത്തമുണ്ടായിരുന്നു. കാരണം MBA എടുത്ത് ബുക്ക് എവിടെ നിന്നാ വന്നത്, ഇനി ഇതിന്റെ ബാക്കി കാര്യങ്ങൾ എന്താണ്, എവിടെ പോയി രജിസ്റ്റർ ചെയ്യണം, ഇനി ഇതിന്റെ പൈസ കൊടുത്ത് ചേർന്നുള്ള കാര്യം ആണ് എനിക്ക് മനസ്സിലായത്. ബാക്കി എന്തൊക്കെയാണ് ഇതിൽ നടത്തേണ്ടതെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോൾ ആണ് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ ഇൻസ്റ്റയിൽ ഒരു ആഡ് വന്നത് ലേൺ വൈസിൽ. അതിനെക്കുറിച്ച് ഞാനിങ്ങനെ കുറച്ച് പേരുടെ ചോദിച്ചപ്പോൾ എന്റെ കോളേജിൽ പഠിച്ചവര് ഓൾറെഡി ഇതിൽ ജോയിൻ ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ അവരോടൊക്കെ ചോദിച്ചു ഞാൻ ലാസ്റ്റ് ലേൺ വൈസിൽ ചേർന്നു. ലേൺ വൈസ് ചേർന്നപ്പോഴാണ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞ് ബാക്കി അതിൽ പിന്നെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അതായത് ID കാർഡും പിന്നെ അസൈൻമെന്റിന്റെ കാര്യം വന്നപ്പോൾ ഞാൻ ആദ്യം പെട്ടുപോയി. കാരണം അസൈൻമെന്റ് എഴുതണം എന്ത് ചെയ്തേക്കണം പോലും എനിക്കറിയാൻ പാടില്ല. കാരണം ഇതിന്റെ ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് എടുക്കണം പോലെ, ഏത് സൈറ്റിൽ കയറണം, എന്താണ് ചെയ്യേണ്ടത് ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ എൻ്റെ ഒരു അങ്കിള് പറഞ്ഞാണ് അസൈൻമെന്റ് October 31 മുന്നേ വെക്കണം എന്ന് പറഞ്ഞു. ഒരു മാസം മുമ്പ് ഞാൻ എന്ത് ചെയ്യണം എനിക്കൊന്നും അറിയില്ല. ഞാൻ ലേറ്റ് ആയിട്ട് തന്നെയാണ് ലേൺ വൈസിൽ ജോയിൻ ചെയ്തതും. എന്ത് ചെയ്യണമെന്നൊന്നും എനിക്ക് ഒരു പിടുത്തുണ്ടായിരുന്നില്ല. കാരണം എക്സാമിന് പോലെ തന്നെ ഇമ്പോർട്ടന്റ് അസൈൻമെന്റിനുണ്ട്, 100 മാർക്കിന്റെ ആന്ന് പറഞ്ഞു. അപ്പോ എന്റെ മെന്റർ എന്നെ കുറെ സപ്പോർട്ട് ചെയ്ത്, കാരണം എനിക്ക് ഇടയ്ക്കൊന്നും വയ്യാണ്ടൊക്കെ ആയിരുന്നു. ഞാൻ അസൈൻമെന്റ് എഴുത്തെല്ലാം നിർത്തിവെച്ച് തീരൂല എന്ന് ഞാൻ ഇങ്ങനെ മുദ്ര കുത്തിയിരുന്നു. അപ്പൊ എന്റെ മെന്റർ എന്നെ അങ്ങ് സപ്പോർട്ട് ചെയ്ത് ഞാൻ എന്തോ വലിയ സംഭവം പറഞ്ഞ് മാറ്റി മറിച്ച് ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. അപ്പൊ എന്റെ എപ്പോഴും എന്നെ എഴുതെന്ന് പറയും. പിന്നെ അങ്ങനെ പറഞ്ഞ് ഞാൻ പിന്നെ അങ്ങ് എഴുതി. ഒറ്റയിരിപ്പിന് കറക്റ്റ് ഒരു മാസം കൊണ്ട് എൻ്റെ 7 സബ്ജക്റ്റിന്റെ അസൈൻമെന്റ് എല്ലാം എഴുതി തീർത്തു. അമ്മയ്ക്കൊരു ഭയങ്കര അതിശയായിരുന്നു, ഞാൻ ഇത്രയൊക്കെ എഴുതി, ഇവിടെ നിന്ന് സമയം കണ്ടെത്തി എഴുതിയത്. കാരണം ആ ഒരു ബോധം ഉള്ളിൽ എനിക്ക് കൊണ്ടു തന്നു എൻ്റെ മെന്റർ. തീർക്കണം, ഇതിനുള്ളിൽ വെക്കണം. എക്സ്റ്റെൻഡ് ചെയ്ത് അസൈൻമെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത്. പക്ഷെ ഞാൻ ഇത്ര നേരത്തെ വെച്ചോണ്ട് എനിക്കിപ്പോ പഠിക്കാൻ ഒരു മാസം കൂടെ ടൈം കിട്ടിയിട്ടുണ്ട്. എന്നോട് പറയും ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി കറക്റ്റായിട്ട് പഠിക്കുക, അങ്ങനെയൊക്കെ എനിക്ക് നന്നായിട്ട് പറയുന്നത്. പിന്നെ ഇമോഷണലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും എല്ലാം എനിക്ക് നല്ലൊരു സപ്പോർട്ടാണ് എനിക്ക് തരുന്നത്. പിന്നെ ഫിനാൻഷ്യലി ചെറിയൊരു സപ്പോർട്ട് ലേൺ വൈസിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഫീസിന്റെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ സ്കോളർഷിപ്പ്. പിന്നെ ലേൺ വൈസിൽ വന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതായത് ഇപ്പൊ ഇഗ്നോയുടെ ഇതിൽ മാത്രമാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ഒന്നും അറിയത്തില്ല. ഞാൻ എക്സാം വരിക, പോയി എഴുതുക, തിരിച്ചു വരിക, ബാക്കിയുള്ളത് ഒന്നും നമുക്കറിയില്ല. പക്ഷെ ഇതൊരു കോളേജിൽ പോയിരുന്നു ഒരു ഓൺലൈൻ സെറ്റപ്പ്. അത് ശരിക്കും ലേൺ വൈസ് നന്നായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എനിക്ക്. അതായത് നന്നായിട്ട് കറക്റ്റായിട്ട് ക്ലാസ്സിൽ കയറിയോന്ന് അന്വേഷിക്കും, എല്ലാ ആഴ്ചയിലും വിളിച്ച് അന്വേഷിക്കും. അങ്ങനെ ഭയങ്കര സപ്പോർട്ടാണ്. എനിക്കത് മതി, ഞാൻ വിജയിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ആ ഒരു വിശ്വാസത്തിൽ ഞാൻ പഠിക്കുന്നു. എന്നും മിക്ക ദിവസം ക്ലാസ് ഉണ്ട് വൈകിട്ട്. അപ്പൊ വൈകിട്ടായതുകൊണ്ട് തന്നെ എനിക്ക് കയറാനും കംഫർട്ടബിലിറ്റിയാണ്. എത്ര വേണേൽ സംശയം ചോദിച്ചാലും പറഞ്ഞു തരും. പിന്നെ കറക്റ്റ് ഒരു ക്ലാസ്സിൽ പോയിരുന്നു പഠിക്കുന്നത് നേരെ നമ്മൾ ഓൺലൈനിൽ ചെയ്യുന്നതെന്ന് മാത്രമുള്ളതുള്ളൂ. കാരണം എന്തോരം സംശയം, എത്ര പേര് എന്തോരം സംശയം ചോദിച്ചാലും അവര് അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ലേൺ വൈസിന്റെ സർവീസിൽ നിന്ന്. ഞാൻ വൃത്തിയാണ്. പുറത്തൊക്കെ അന്വേഷിച്ചപ്പോൾ നല്ല റേറ്റ് കൂടുതലാണ് ട്യൂഷനൊക്കെ. പിന്നെ ലേൺ വൈസ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഇഗ്നോ എടുക്കുന്ന മിക്കവരും ലേൺ വൈസിൽ ജോയിൻ ചെയ്യുന്നവരാണ് മിക്കവരും. അത് ഞാൻ കേട്ടെടുത്തോളം കുറെ പേര് ലേൺ വൈസിലുണ്ട്. ലേൺ വൈസിന് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നതും. പിന്നെ എന്റെ മെന്റർക്ക് ഞാനൊരു നന്ദി പറയണം. മെന്റർ ആ ഒരാളുള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ അസൈൻമെന്റ് തീർത്ത് വെച്ചത്. ഈ മെന്ററിന്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പം ഇരുന്ന് പഠിക്കുന്നത്. കാരണം പഠിത്തവും എനിക്ക് ഇങ്ങനെ കുറച്ച് പുറകോട്ടാണ് ഞാൻ.
എന്നാലും എൻ്റെ മെന്റർ എൻ്റെ അടുത്ത് ഇങ്ങനെ എപ്പോഴും പറയും പഠിക്ക്, സമയമില്ല, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു ബോധം വരും, ഇങ്ങനെ എക്സാം ആയല്ലോ, എഴുതണമല്ലോ നമുക്കുള്ളൊരു ബോധം വരും. അപ്പൊ അങ്ങനെ ഒരു ബോധമൊക്കെ വന്ന് ഡിസംബറിൽ എക്സാം ആവുന്നു. അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസിലൊക്കെ ഇരിക്കുകയാണ്. ലൈൻ വൈസിന്റെ ഭാഗത്തു നിന്ന് എനിക്ക് തരുന്ന എല്ലാ സപ്പോർട്ടിനും വളരെ നന്ദി. പ്രത്യേകിച്ച് എൻ്റെ മെന്റർ രാഗി മാമിനും ഞാൻ നന്ദി അറിയിക്കുന്നു.